പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ആരും കൂടെ ഇല്ല, ഒന്നും നമുക്ക് അനുകൂലമല്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യം. ഇങ്ങനത്തെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? കർത്താവ് ഇന്ന് തരുന്ന ദൂത്, യാക്കോബ് അപ്പൻ്റെ അനുഗ്രഹവും ജ്യേഷ്ഠൻ്റെ അവകാശവും ഒക്കെ വാങ്ങിച്ചു പോകുമ്പോഴും അവന് ബഥേലിൽ എത്തിയപ്പോൾ അവനൊന്നുമല്ലെന്നും അവനോട് കൂടെ ആരുമില്ലെന്നും അവനായിട്ടൊന്നുമില്ല, ഒരു തലയണ വെക്കാൻ വേണ്ടി ലഭിച്ചതൊരു കല്ലാണ്. കല്ല് തലയണയായിട്ട് ഒരു നിർജ്ജന പ്രദേശത്ത്, ഒരു മരുഭൂമി സമാനമായ സ്ഥലത്ത് രാത്രി ഉറങ്ങേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ അദ്ദേഹം ആ കല്ലെടുത്ത് തലയണയായിട്ട് വെച്ച് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ, ദൈവമേ, എനിക്കെല്ലാവരും ഉണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, സഹോദരനുണ്ട്, അമ്മാച്ചനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ആരുമില്ലല്ലോ, എനിക്കിപ്പോൾ ഒന്നുമില്ലല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ ഒന്നുമില്ലല്ലോ. ഒരു കല്ലാണല്ലോ ഞാൻ തലയണയായിട്ട് വെച്ചിരിക്കുന്നത്. വെറും ഒരു പാറപ്പുറത്തോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ ഞാൻ കിടക്കേണ്ടി വരുന്നല്ലോ ഈ കുറ്റിക്കാട്ടിൽ എന്ന് വിചാരിച്ച് കിടക്കുന്ന യാക്കോബ് ഉറങ്ങി ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ഒരു കാഴ്ച കാണിക്കുകയാണ്. സാക്ഷാൽ യഹോവയായ ദൈവം തന്നെ അവൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരു ഗോവണി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നീട്ടിയിറക്കിയിട്ട് അവൻ കിടക്കുന്ന സ്ഥലത്തെ ആ കല്ല് തലയണയായിട്ട് വെച്ചിരിക്കുന്ന അവൻ്റെ തലയുടെ ഭാഗത്ത് ആ ഗോവണയുടെ അറ്റം വന്ന് മുട്ടി നിൽക്കുന്നു. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അതിൻ്റെ മുകളിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. അവന് വലിയ വാഗ്ദത്തങ്ങളൊക്കെ കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-16-17 വാക്യങ്ങളിൽ, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനും അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. നോക്കിക്കേ, എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞിടത്ത് ദൈവമുണ്ടെന്നും ദൂതന്മാരുണ്ടെന്നും അവന് തിരിച്ചറിഞ്ഞു. ഈ സ്ഥലം വെറും നിർജ്ജന പ്രദേശമാണല്ലോ, ഭീതിപ്പെടുന്ന സാഹചര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഇത് ദൈവത്തിൻ്റെ ആലയമായിട്ട്, എല്ലാമുള്ള സന്തോഷിക്കാനുള്ള ആലയമായിട്ടാണ് അവൻ തിരിച്ചറിഞ്ഞു. എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിടത്ത് ദൈവം പറഞ്ഞു, ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടൊക്കെ നീ പരക്കും, എല്ലാം നിൻ്റെതായി തീരുമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് വേണ്ടി ഒരു വഴിയുമില്ലല്ലോ, ഞാൻ പെരുവഴിയിലായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ ഞാൻ നിന്നെ കാണിച്ചു തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ആരുമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമുക്കൊരു ദൈവം ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. ഒന്നുമില്ലല്ലോ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, പക്ഷേ ഇപ്പോൾ എനിക്കൊന്നുമില്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ തരും, അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി തരും, അവൻ നമ്മോട് സംസാരിക്കും. ഇതാണ് യാക്കോബിൻ്റെ പാഠം, യാക്കോബ് നൽകുന്ന ബഥേലിൽ നൽകുന്ന പാഠം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ ആയിരിക്കാം. ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദൂതുകൾ നിങ്ങൾ കേട്ടു, ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ, വലിയ കുടുംബശ്രേഷ്ഠതയും അതുപോലെ വിദ്യാഭ്യാസവും സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഇന്ന് നല്ല ഒരു ദൈവിക ബന്ധം പോലും ഒരു പക്ഷേ കാണുകയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും ശരിയായ സത്യമെന്ന് പറയുന്നത് ദൈവം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുണ്ട്, യഹോവ നിങ്ങളുടെ സ്ഥലത്തുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിന് സമാനമായ പ്രതീതിയുള്ള സാഹചര്യം അവിടെയുണ്ട്, സ്വർഗത്തിൻ്റെ വാതിലുണ്ട്, നീ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയുന്നവനാകുമെന്നുള്ള വാഗ്ദാനമുണ്ട്. അതൊക്കെ പറയുന്ന ദൈവ സാന്നിധ്യവും കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒറ്റയ്ക്കല്ല കേട്ടോ, കർത്താവ് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 27-ാം അധ്യായത്തിൽ പൗലോസും കുറേ തടവുപുള്ളികളുമായി റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ കപ്പൽ തകരാൻ പോകുന്നൊരു കാര്യമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ കപ്പൽ തകരുകയാണ്. ദീർഘ ദിവസങ്ങളായിട്ട് ഭയങ്കര കാറ്റടിച്ചിട്ട് കപ്പൽ ഏതോ ദിശ തെറ്റി യാത്ര ചെയ്യുകയാണ്. അദ്രിയ കടലിൽ 14 ദിവസങ്ങളായിട്ട് സൂര്യനെയും ചന്ദ്രനെയും വെളിച്ചത്തൊന്നും കാണാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആരുമില്ല, ഇനി എങ്ങോട്ടാണ് പോകുന്ന അറിയത്തില്ല.
തകരാൻ പോകുകയാണെന്നുള്ള കാഴ്ചയിൽ നിൽക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ. അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ വന്നുകൊണ്ട് സംസാരിക്കുക. പൗലോസേ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങൾ ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസ് പറയുകയാണ്, ആരുമില്ല എന്ന് ചിന്തിച്ചെടുത്ത് ദൈവമുണ്ടെന്നും ദൂതന്മാരുണ്ടെന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ നിന്നെ രാജാവിൻ്റെ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ട് ഞാൻ നിർത്തും എന്ന് പ്രോമിസും കൊടുത്തു. കൂടെയുള്ള ജനത്തെ അതും എല്ലാം നിലവിലുള്ളതും തകരുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, നിന്റെ കൂടെയുള്ള ആരും നഷ്ടമാകില്ല. ഹല്ലേലൂയ. ദാവീദ് പറയുന്ന പോലെ, കൂരിൽ താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ ഞാൻ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അമ്മേ, ദൈവം കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ, യേശുവിൻ്റെ പ്രിയനായ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ് സുവിശേഷ നിമിത്തം. ഏകാന്ത ദ്വീപിലേക്ക് ജന്തുക്കളാലും മൃഗങ്ങളാലും ആക്രമിക്കപ്പെട്ട് അതിനിരയായിത്തീരുന്ന ആ ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. അവിടെ നാടുകടത്തപ്പെട്ട യോഹന്നാനെ ഒരു മൃഗങ്ങളും തൊട്ടില്ല. അവൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ ദൈവിക ദർശനങ്ങളെ കാണാൻ തുടങ്ങി. സ്വർഗത്തിലെ വാതിൽ തുറക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ഇനി വെളിയിലേക്ക് പോകാൻ, പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ല, മരണം മാത്രം. പട്ടിണി കൊണ്ടും മൃഗങ്ങളുടെ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റോ മൃഗങ്ങൾക്ക് വിശന്ന് നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് ഇരയായി തീരാനുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ വാതിൽ ദൈവം അവന് തുറന്നു കൊടുക്കുകയാണ്. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് വിളിച്ച് മുകളിലേക്ക് കൊണ്ട് വാതിൽ തുറന്ന് മുകളിലേക്ക് കയറ്റുകയാണ്. ആരുമില്ല എന്ന് പറഞ്ഞിടത്ത്, ഇനി ഒരു വാതിലില്ലെന്ന് പറഞ്ഞിടത്ത്, ഇനി ഒരു വഴിയില്ലെന്നുള്ളത് പറഞ്ഞിടത്ത് ദൈവം സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കുക. പ്രിയമുള്ളവരെ, വാതിലില്ല എന്ന് പറഞ്ഞ ബഥേലിൽ ദൈവത്തിൻ്റെ വാതിൽ അവൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനും പത്മോസ് ദ്വീപിൽ വെച്ച് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം അവനെ മുകളിലേക്ക് കയറ്റുകയാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളെ ആരൊക്കെ കൈവിട്ടാലും, നിങ്ങളിനി നശിച്ചു പോകുകയുള്ളൂ, ഇനി നിങ്ങൾ ഉയരുകയെന്ന് പറഞ്ഞാലും ദൈവം അതിന് സമ്മതിക്കുകയില്ല. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങളെ ദൈവികമായ സമ്പർക്കത്തിൽ നടത്തുവാനും ദൈവത്തിൻ്റെ ദർശനങ്ങളെ തരാനും സ്വർഗത്തിൽ അവൻ വാതിലുകൾ തുറക്കും. മാനുഷികമായ വാതിലെല്ലാം അടഞ്ഞാലും നിരാശപ്പെടേണ്ട, ദൈവം കൂടെ ഉണ്ട്. അവൻ ദൈവികമായ സ്വർഗീയമായ വാതിൽ തന്നെ തുറന്നു വരും. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ എല്ലാ മേഖലയും അടഞ്ഞതുപോലെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ പോലെ ഒക്കെ ആയിരിക്കാം. കർത്താവ് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, പുതിയ വഴിയും വാതിലും തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിനെ പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ മുറുകെ പിടിക്കുക, യേശു കൂടെയുണ്ട്. പ്രിയ കർത്താവേ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചതാ. ആ വാഗ്ദത്ത പ്രകാരം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂടെ അവിടെ നിന്നുള്ളത് കൊണ്ട് സ്തോത്രം. ലോകത്തിൽ അവരോട് കൂടെ ഉണ്ടായിരിക്കേണ്ടവരും താങ്ങേണ്ടവരും മാറിപ്പോയപ്പോൾ കർത്താവെ അവിടുന്ന് കൂടെ നിൽക്കുന്നതിനായി, അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് വാഗ്ദാനങ്ങൾ ഉറപ്പിച്ചു കൊടുത്ത് കർത്താവെ ദൈവികമായ ലക്ഷ്യങ്ങൾ നൽകി സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവം ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി സ്വർഗീയ വാതിൽ തുറക്കണമേ, ഒരു വഴി തുറന്നു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.